ഹലോ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചാമ്പയ്ക്ക മസാലയാണ്. ഞങ്ങൾ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ തോട്ടി. അത്ര ആയിട്ടൊന്നുമില്ല, എന്നാലും പറിക്കാൻ ചാമ്പയ്ക്ക പറിച്ചു. വലിയ വെള്ള തണിച്ച് വലിയ ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. പഴുത്താണ്. എനിക്ക് ഇത്രയും ചാമ്പയ്ക്ക കിട്ടി. ആദ്യം കിട്ടി രണ്ടെണ്ണം നല്ല വലുതായിരുന്നു, പിന്നെ അങ്ങ് ചെറുതായി. നല്ല വലിയ ചാമ്പയ്ക്ക പക്ഷെ ഒരു കൊത്ത് കിട്ടുന്നുണ്ട്. കാക്കയാണെന്ന് തോന്നുന്നു. കാക്ക ഇതിന്റെ മണ്ട കയറിട്ട് കൊത്തും. ഇത്രയും ചാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുറവാ. കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ മാസമൊക്കെ ആണെങ്കിൽ ഈ ചാമ്പയാണെങ്കിൽ നിറച്ചും പൂസലുണ്ടായിരുന്നു. കാണണം, ഇതിൻ്റെ ഇല പോലും കാണത്തില്ലായിരുന്നു. നിലത്തെല്ലാം ചാമ്പയ്ക്കായിരുന്നു. ഇപ്പം അതിൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതാ ഇത്രയും കിട്ടിയത്. ഞങ്ങൾ അങ്ങനെ ചാമ്പയ്ക്ക മസാല ഉണ്ടാക്കാൻ പോവാണ്. ചാമ്പയ്ക്കെല്ലാം എടുക്കുക. ഞങ്ങൾ ഇതെല്ലാം ഇലക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് പോവാണ്. ഞങ്ങൾ പൊതിഞ്ഞിട്ടുണ്ട്, കഴുകുവാണ്, എത്തിച്ചിട്ടുണ്ട്. മുറിച്ചോണ്ടിരിക്കുവാണ്. എല്ലാം കുറെ കേടൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലാം മുറിച്ചതിനകത്തിടുക. പക്ഷേ അങ്ങനെ മുറിക്കിയ സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. പക്ഷേ അങ്ങനെ ഞങ്ങൾ മുറിച്ചിട്ട് ഒന്നുകൂടെ കഴുകുവാണ്. ചെറിയ കിരിപ്പുണ്ട്, അതെ. അങ്ങനെ ഇടുവാണ് കഴുകിട്ട്. കുറെ ചെറിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കളഞ്ഞു. പക്ഷേ ഞങ്ങൾ ഓയിൽ ഒഴിക്കുവാണ്, മിക്സ് ചെയ്യുവാണ്. മസാല പറയുമ്പം ഉപ്പും മുളകേ ഉള്ളൂ, ഓയിലും ഉണ്ട്. കളറായി. വലിയ മുളകൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, നല്ല എരിവുള്ള മുളകാണ്. രുചി നോക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഐസ് നിങ്ങളുടെ വീട്ടിൽ ചാമ്പയ്ക്ക വേണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം. മസ്റ്റ് ട്രൈ ചെയ്യാം. എന്നാ ടേസ്റ്റാണെന്ന് അറിയാം, കിടിലം. പഴുത്ത് ചാമ്പയ്ക്കണം.